വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെ വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻവറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ഗോൺസാലോ ഗാർഷ്യ 1557 മുതൽ 1597. ഭാരതത്തിൽ മഹാരാഷ്ട്രയിലെ വസായി ജനിച്ച ആദ്യത്തെ വിശുദ്ധനാണ് വിശുദ്ധ ഗോൺസാലോ ഗാർഷ്യ. ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്ന അദ്ദേഹം ജപ്പാനിലും ഫിലിപ്പീൻസിലും സുവിശേഷ പ്രചാരണത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. ക്രിസ്തുമത വിശ്വാസത്തെ പ്രതി 1597 ജപ്പാനിലെ നാഗസാക്കിയിൽ വെച്ച് അദ്ദേഹം കുരിശിലേറ്റപ്പെട്ട രക്തസാക്ഷിത്വം വരിച്ചു. ആഗോളസഭ ഫെബ്രുവരി 6-നും ഭാരതസഭ പ്രത്യേകമായി ഫെബ്രുവരി 7-നും അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു.